ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഉട്രോൺ എന്ന് പറയുന്ന ഒരു ബംഗാളി മൂവിയാണ്. കല്യാണം എല്ലാം കഴിഞ്ഞ് നായിക അവളുടെ ഭർത്താവിന്റെ വീട്ടില് നല്ല സന്തോഷമായിട്ട് ജീവിച്ചു വരുമായിരുന്നു. ആ സമയത്ത് മറ്റൊരു പുരുഷനുമായിട്ടുള്ള നായികന്റെ ഒരു പേഴ്സണൽ വീഡിയോ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നു. അതിനുശേഷം നായികന്റെ കുടുംബജീവിതത്തിലുണ്ടാവുന്ന കുറേയധികം പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യം കൊണ്ട് അവസാനം നായകന്റെ ജീവിതം എന്തായി എന്നൊക്കെ അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗില് ലക്ഷ്മി എന്ന് പറയുന്ന നമ്മുടെ നായികനെ കാണിക്കുന്നു. നായിക ഇപ്പോൾ അവളുടെ ഭർത്താവിനോടൊപ്പം ഹണിമൂണിന് വേണ്ടി വന്നിരിക്കുകയാണ്. റീസെന്റ് ആയിട്ടാണ് നായികന്റെ കല്യാണം കഴിഞ്ഞത്. നായികയ്ക്ക് അവളുടെ ഭർത്താവിന് അവളെയും ഒരുപാട് ഇഷ്ടമാണ്. അവര് തമ്മിലുള്ള കണക്ഷൻ അത്രയധികം ആണെന്നൊക്കെ ഈ സമയം ഒരു സീക്വൻസിലൂടെ കാണിക്കുന്നു. പിന്നെ നായിക അവിടെ അടുത്തുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. നായികന്റെ വീട്ടില് അവളുടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ നായികന്റെ ഭർത്താവ് ഒരു ഡോക്ടറാണ്. ശങ്കർ എന്നാണ് അയാളുടെ പേര്. അടുത്ത സീനിൽ ശങ്കറിന്റെ വീട് കാണിക്കുന്നു. ശങ്കറിന്റെ വീട്ടില് അവന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അവന്റെ അമ്മ കുറെ നാളുകൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. നായികന്റെ അമ്മായച്ചനും ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയതിനു ശേഷം വീട്, ക്ലബ്ബ് അങ്ങനെയൊക്കെ ആ രീതിക്ക് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നായികയും നായകനൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അയാളാണെങ്കിൽ വീട്ടിലൊറ്റയ്ക്കായിരുന്നു. സോ ആ ബോറടിയൊക്കെ മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഒരു റിലാക്സേഷന് വേണ്ടി അയാൾ പതിവായിട്ട് അവിടെയുള്ള ക്ലബ്ബിൽ പോകുമായിരുന്നു. അവിടെ അയാൾക്ക് ഒരുപാട് കമ്പനിക്കാരുണ്ട്. സമൂഹത്തിലെ ജാതി വേർതിരിവിനെതിരെ ഒരുപാട് പോരാടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അയാൾ. പിന്നെ അദ്ദേഹത്തിന് ഒരു അനിയനുണ്ടായിരുന്നു. ആൾ ഇവരുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് താമസം. അയാൾക്ക് ആര്യ എന്ന് പറയുന്നൊരു മകനുണ്ട്. അവൻ ഏത് സമയവും നമ്മുടെ നായികന്റെ ഒക്കെ വീട്ടിലായിരിക്കും. ഇവരുമായിട്ട് അവൻ അത്ര കണക്റ്റഡ് ആണ്. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനില് നായിക വർക്ക് ചെയ്യുന്ന ആ സ്കൂൾ കാണിക്കുന്നു. അവിടെ നായികയ്ക്ക് കുമുദ എന്ന് പറയുന്ന ഒരു ടീച്ചറുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യും. അത്രയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അവര്. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനില് ഇപ്പൊ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായിക സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഈ സമയം നായികന്റെ അമ്മായച്ചനാണെങ്കിൽ നായികനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ് അവരുടെ ഡ്രൈവറിനെ കാറും കൊടുത്ത് അവിടേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ ഇപ്പൊ അയാൾ നായകനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ നായിക വീട്ടിലെത്തുന്ന സമയത്ത് നായകന്റെ അമ്മായച്ചൻ നായകനോട് കുറെ നേരം ഇരുന്ന് സംസാരിക്കുന്നു. അയാൾക്ക് അവളെ വലിയ കാര്യമായിരുന്നു. സ്വന്തം മകളെ പോലെയാണ് അയാൾ അവളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു സോഷ്യൽ വർക്കർ ആണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. സോ അയാൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ ഈ സമയം അയാൾ നായകനോട് ഷെയർ ചെയ്യുന്നു. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ആര്യ എന്ന് പറയുന്ന പയ്യനില്ലേ, അവൻ അവിടേക്ക് കുറെ ബുക്കുമായിട്ട് വരുന്നു. ഈ ബുക്കുകളെല്ലാം ലക്ഷ്മിക്ക് കൊടുക്കാനാണ് അവൻ കൊണ്ടുവന്നത്. ഈ ആര്യയ്ക്ക് ഒരു കാമുകിയുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ നായികയ്ക്ക് നന്നായിട്ട് അറിയാം. അവൻ അതിനെപ്പറ്റിയൊക്കെ നായികനോട് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി രാത്രിയാവുന്ന സമയം ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് നായകന്റെ ഭർത്താവ് വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് അവർ ബെഡ്റൂമിലേക്ക് വന്നിട്ട് റൊമാൻസ് ചെയ്യുന്നതൊക്കെ കാണിക്കുവാണ്. അങ്ങനെ അവരുടെ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ ഒട്ടും വിചാരിക്കാത്തൊരു കാര്യം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റില് ഒരു സെക്സ് വീഡിയോ ലീക്ക് ആവുന്നു. അത് നമ്മുടെ നായികന്റേതായിരുന്നു. അങ്ങനെ ഈ വീഡിയോ ആര്യന്റെ കാമുകി കാണുന്നു. അങ്ങനെ അവളത് ആര്യയ്ക്ക് സെൻഡ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം നായികന്റെ അമ്മയച്ചൻ സ്ഥിരമായിട്ട് പോകാറുള്ള ക്ലബില്ലേ, അവിടെയുള്ള അയാളുടെ ഫ്രണ്ട്സും ഈ വീഡിയോസ് കാണുന്നുണ്ട്. അങ്ങനെ അവരും അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതേസമയം നമ്മുടെ പാവം നായിക ഇതൊന്നും അറിയാതെ നോർമലായിട്ട് എന്നും പോകുന്ന പോലെ സ്കൂളിലേക്ക് എത്തുവാണ്. ഈ സമയം ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ നായകനെ നോക്കി ചിരിക്കുകയും മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ നായികയ്ക്കാണെങ്കിൽ എന്താണ് കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ആ കാര്യങ്ങളെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ നായികയാണെങ്കിൽ അത് വലിയ സീരിയസ് ആക്കുന്നൊന്നുമില്ല. അടുത്ത സീനിൽ ആര്യന്റെ കാമുകി ആര്യനെ വന്ന് കാണുന്നു. നീ ആ വീഡിയോ കണ്ടില്ലേ? നിന്റെ ഏട്ടത്തി ഇങ്ങനത്തെ ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്റെ ഏട്ടനെ അവര് പറ്റിക്കുകയല്ലേ ചെയ്തേ? ഇങ്ങനെയൊക്കെ അവള് പറയുന്ന സമയം ആര്യ പറയുവാണ്, എടി നീ എന്ത് ഈ പറയുന്നേ? ഏട്ടത്തി അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതാരോ ഏട്ടത്തിന്റെ ഫേസ് വെച്ച് ആ വീഡിയോ മോർഫിംഗ് ചെയ്തുണ്ടാക്കിയതാണ്. ഇത് വീട്ടുകാരിലേക്കൊന്നും ശരിക്കും എത്തിയിട്ടില്ല. അവരൊക്കെ കണ്ടാൽ വലിയ പ്രശ്നമാവും. അതിനു മുമ്പേ ഈ ഫേക്ക് വീഡിയോനെ പറ്റി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കണം. ഇതെങ്ങനെയെങ്കിലും ഒതുക്കണം. ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായികനെ കാണിക്കുവാണ്. അവളിപ്പോ സ്കൂളിൽ നിന്ന് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഡ്രൈവറിന്റെ കൂടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഡ്രൈവർ ആണെങ്കിൽ നായകനെ പതിവില്ലാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ശ്രദ്ധിക്കുന്ന നായിക താനും തന്നെ ഇങ്ങനെ നോക്കുന്നതിന് ചോദിക്കുവാണ്. ആക്ച്വലി അയാൾ നായികന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നായിക ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അയാളുടെ നായികനോട് മേഡം ഏതെങ്കിലും മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ മേഡത്തിന്റെ ഒരു വീഡിയോ കണ്ടു, അതാ ചോദിച്ചെന്ന് പറയുവാണ്. ഇത് കേൾക്കുന്ന നായികയാണെങ്കിൽ ഇതൊന്നും വലിയ കാര്യമാക്കാതെ അത് ഞാനായിരിക്കില്ല എന്നും പറഞ്ഞ് അത് ഒഴിവാക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അന്ന് രാത്രി കാണിക്കുവാണ്. സമയം 9 മണി കഴിഞ്ഞിട്ടും നായികന്റെ ഭർത്താവ് വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അയാൾ ഇത്രയൊന്നും ലേറ്റ് ആവാറുള്ളതല്ല. അങ്ങനെ ഇപ്പൊ നായിക അയാളെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ ഫോൺ എടുക്കുന്നില്ല. ഇത് എന്ത് പറ്റിയെന്ന് ഈ സമയം നായിക ആലോചിക്കുന്നു. കുറച്ചേരം കഴിയുമ്പോഴേക്കും ക്ലബിലെ പോയിരുന്ന നായികന്റെ അമ്മയച്ചൻ വീട്ടിലേക്ക് തിരിച്ചു വരുവാണ്. അങ്ങനെ അയാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നായികയാണെങ്കിൽ ഭക്ഷണം വിടാൻ വേണ്ടി ചെല്ലുമ്പോൾ അയാളാണെങ്കിൽ നായികനോട് ദേഷ്യപ്പെടുന്നു. കാരണം ക്ലബിലുള്ള ആൾക്കാർ ആ വീഡിയോ കണ്ടുവെന്നും അതിനെപ്പറ്റി ചർച്ച ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ. അവർ ഇയാളെ ചെന്നപ്പം അത് ഇയാളെ കാട്ടിക്കൊടുത്ത് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു. അങ്ങനെ അയാൾ എല്ലാവരെയും മുമ്പിൽ നാണം കിട്ടുപോയി. അതുകൊണ്ടാണ് അയാളിപ്പം നായകനോട് ദേഷ്യപ്പെടുന്നത്. നിന്നെ എന്നെ കൺമുമ്പിൽ കണ്ടുപോകരുത്, മാറിപ്പോന്നൊക്കെ പറഞ്ഞാണ് അയാൾ ദേഷ്യപ്പെടുന്നത്. ഇത്രയും നാളും തന്നോട് വളരെ മാന്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അത്ര സ്നേഹം കാണിച്ചുകൊണ്ടിരുന്ന അമ്മായിയച്ചൻ പെട്ടെന്ന് ഇങ്ങനെ പെരുമാറുമ്പം നായികയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഭർത്താവും വീട്ടിലേക്ക് എത്തിയിട്ടില്ല, അമ്മായിച്ചൻ തയ്പ്പ് ഇങ്ങനെ പെരുമാറുന്നു. എന്താ സംഭവിച്ചെന്ന് അറിയാത്ത നമ്മുടെ നായിക കുറച്ചേരത്തിന് ശേഷം അവളുടെ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം അവൾ മനസ്സിലാക്കിയത്. അതായത് ആ വീഡിയോനെ പറ്റിയല്ല. അങ്ങനെ ഇപ്പൊ ആ വീഡിയോ അവളും കാണുന്നു. അങ്ങനെ ഇത് കണ്ട് നായിക ആകെ ഷോക്കാവുകയാണ്. അങ്ങനെ നമ്മുടെ നായികന്റെ സമാധാനം മുഴുവൻ പോവുകയാണ്. അങ്ങനെ ഇവിടുന്ന് ഒരു കുറേ നേരം കഴിഞ്ഞ് അവളുടെ ഭർത്താവ് വീട്ടിലേക്ക് എത്തുന്നു. ഭർത്താവും കാര്യങ്ങളെല്ലാം അറിഞ്ഞു അയാളുടെ മുഖം കാണുമ്പോൾ തന്നെ നായികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ
നായിക അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും മാറടിയെന്നും പറഞ്ഞ് നായകനെ തള്ളിയിട്ട് അയാൾ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ ഇത്രയും നാളും വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ നായകന്റെ ജീവിതം ഈ ഒരു നിമിഷം മുതൽ ഇങ്ങനെ തകരാൻ തുടങ്ങുന്നു. ശരിക്കും ഈ ഒരു കാര്യം കൊണ്ട് ആ കുടുംബത്തിന്റെ സന്തോഷം തന്നെ ഇല്ലാതാവുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതാവുന്നു. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത ദിവസം രാവിലെ നായകന്റെ സ്കൂൾ കാണിക്കുന്നു. ഇപ്പൊ ആ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് എല്ലാം നായകന്റെ വീഡിയോനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ലീക്കായതിന്റെ നാണക്കേടിന്റെ പുറത്ത് നമ്മുടെ നായികയാണെങ്കിൽ ഇന്ന് സ്കൂളിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോഴും വീട്ടിൽ അവൾ കരഞ്ഞുകൊണ്ടിരിപ്പാണ്. അടുത്ത സീനിൽ ശങ്കറിനെ കാണിക്കുന്നു. അയാൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് ഭാര്യന്റെ വീഡിയോ ലീക്ക് ആയതിന്റെ പേരിൽ അയാൾക്ക് ഒരുപാട് നാണക്കേടുകൾ സഹിക്കേണ്ടി വരുന്നു. അടുത്ത സീനിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായികനെ അവളുടെ അമ്മ വിളിക്കുവാണ്. അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, നോർമലായിട്ട് വിളിച്ചതായിരുന്നു. അങ്ങനെ ഇപ്പൊ കരച്ചിലെല്ലാം നിർത്തി നായിക ഫോൺ എടുത്ത് സംസാരിക്കുന്ന സമയം നായികന്റെ ശബ്ദം എന്തോ പോലെ ഇരിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവർ കാര്യം ചോദിക്കുന്ന സമയത്ത് അമ്മ എനിക്ക് കോളിലാണ്, അതുകൊണ്ട് ശബ്ദം എന്തോ പോലെ ഇരിക്കുന്നത്, ഞാനിപ്പോ ഡ്യൂട്ടിയില്ല, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് നായിക പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നു. ഇതുപോലെ ലക്ഷ്മിയുടെ ഫോണിലേക്ക് കുറെ കോളുകൾ വരുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നത് ആ വീഡിയോനെ പറ്റി ചോദിക്കാനായിരിക്കും. ഇതറിയുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നായിക ആരുടെയും കോൾ എടുക്കുന്നില്ല. അങ്ങനെ ആ സീനിലൊക്കെ ആ നീവനെയും കാണിക്കുന്നു. ഇപ്പൊ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയ നായികന്റെ ബെസ്റ്റ് ഫ്രണ്ടായ കുമുദ എന്ന് പറയുന്ന മിസ്സില്ലേ, അവർ ഈ കാര്യങ്ങളെല്ലാം അവരുടെ മകളോട് പറയുവാണ്. നായികയായിട്ട് അത്ര ക്ലോസ് ആയിട്ടും നായികനെ ഒട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ കുറച്ച് മോശപ്പെടുത്തുന്ന രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് അവരുടെ മകൾ പറയുവാണ്, അമ്മ ഇതിലെന്താ ഇത്ര പ്രശ്നമുള്ളത്? ഒരുപക്ഷെ ആ വീഡിയോ അവര് മുമ്പ് റിലേഷനിൽ ഇരുന്ന സമയത്തുള്ളതായിരിക്കും. ഇതൊക്കെ ഇപ്പൊ പതിവല്ലേ, പിന്നെ ഇതൊന്നും ഇത്ര പ്രശ്നമാക്കാനൊന്നുമില്ല. ഇപ്പൊ അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നോക്കിയാ പോരെ. നീ എന്തൊക്കെയാ വേണ്ട ഈ പറയുന്നത്? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് ഈ സമയം കുമുദ മിസ് പറയുന്നു. അമ്മ അതാ ഞാൻ പറഞ്ഞത്, ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല, ഇപ്പൊ ഇതെല്ലാം സർവ്വസാധാരണമാണ്. അങ്ങനെ മകൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് മിസ്സും അതിനെപ്പറ്റി ആലോചിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത് സിൻലാരിയെയാണ് കാണിക്കുന്നത്. വളരെ സന്തോഷപൂർണ്ണമായിട്ടിരുന്ന കുടുംബം ഈ രീതിക്കായി പോകുന്നുണ്ട്. ആര്യ ഒരുപാട് സങ്കടപ്പെടുന്നു. എല്ലാത്തിന്റെയും കാരണമായ വീഡിയോയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് ആര്യാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി ചെല്ലുന്നു. അങ്ങനെ അവൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് പരാതിക്കാരി നേരിട്ട് വന്ന് കംപ്ലൈന്റ് വന്നാലേ എടുക്കാൻ കഴിയുള്ളൂ എന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അന്ന് ഈവനിങ് അവനവന്റെ വീട്ടിൽ നിന്ന് നോക്കുന്ന സമയം ബാൽക്കണിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായികനെ അവൻ കാണുന്നു. നായികന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുന്ന സമയത്ത് അവന് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ശങ്കർ വീട്ടിലേക്ക് എത്തുവാണ്. അയാളോട് സംസാരിക്കാമെന്ന് വിചാരിച്ച് നായിക ഈ സമയം മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും അയാളുടെ തലവണയും ബെഡ്ഷീറ്റും എടുത്ത് നായികയ്ക്ക് നേരെ എറിയുന്നു. എന്നിട്ട് ഇന്നു മുതൽ നിന്റെ സ്ഥാനം പുറത്താണെന്ന് പറയുവാണ്. അങ്ങനെ അയാൾ ഈ രീതിക്ക് ചെയ്യുന്ന സമയത്ത് നായിക വീണ്ടും സങ്കടപ്പെടുന്നു. അടുത്ത ദിവസം നായിക ഒരു തീരുമാനം എടുക്കുവാണ്. ഇങ്ങനെ വീട്ടിലിരുന്ന ആ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിനൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, സാധാരണ പോലെ സ്കൂളിലേക്ക് പോവാം. അങ്ങനെ ഈ ഒരു തീരുമാനം എടുത്ത് നായിക സ്കൂളിലേക്ക് ഇറങ്ങുവാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് ആര്യ വരുന്നു. അങ്ങനെ ആര്യ വീട്ടിലുള്ള നായകന്റെ അമ്മായച്ചനോട് ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നു. നാണം കിട്ടത് ഞാനും എന്റെ കുടുംബമാണ്, അതുകൊണ്ട് നീ അവളെ ന്യായീകരിക്കാൻ നോക്കണ്ടെന്നും പറഞ്ഞ് നായകന്റെ അമ്മായച്ചൻ ആര്യനെ വഴക്ക് പറയുന്നു. അടുത്ത സീനില് സ്റ്റാഫ് റൂമിലേക്ക് എത്തിയ നായകനെ കാണിക്കുവാണ്. നായകനോട് ഇപ്പൊ കൂടെയുള്ള ടീച്ചേഴ്സ് എല്ലാം ആ വീഡിയോനെ പറ്റി ചോദിക്കുന്നു. കൂടെ കുമുദ മിസ്സും ഉണ്ടായിരുന്നു. താനുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിരുന്നു ഇവര് പോലും തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് നായിക ഒരുപാട് തകർന്നു പോകുന്നു. അതിനുശേഷം നായികയാണെങ്കിൽ ക്ലാസ്സിലേക്ക് എത്തുവാണ്. ഈ സമയം ക്ലാസ്സിലെ പിള്ളേരൊക്കെ ആ വീഡിയോയിലെ കാര്യങ്ങൾ വെച്ചിട്ട് എന്തൊക്കെയോ മോശമായിട്ട് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നായിക ക്ലാസ്സിലേക്ക് എത്തുന്ന സമയം അതൊക്കെ പറഞ്ഞ് നായികന്റെ നാണം കെടുത്തുകയും ചെയ്യുകയാണ് അവര്. അങ്ങനെ ആകെ സങ്കടം വന്ന് നമ്മുടെ നായിക കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. നീ സ്കൂളിലേക്ക് താൻ വരുന്നില്ല എന്നുള്ള തീരുമാനം എടുത്ത് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയം അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് കുമുദ മിസ്സും വേറൊരു ടീച്ചറും വരുവാണ്. എന്നാൽ ഇതേ സമയം സ്കൂളിന്റെ എൻട്രൻസിൽ പ്രസ്സും മീഡിയാസ് എല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു കാര്യം നടന്നത് എല്ലാവരും അറിഞ്ഞല്ലോ. സോ ഇങ്ങനൊരു ടീച്ചറെ ആ സ്കൂളിൽ വെച്ചോണ്ടിരിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് പാരന്റ്സ് ഒക്കെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. സോ ഇപ്പൊ അതിനെപ്പറ്റി കവർ ചെയ്യാൻ വേണ്ടിയാണ് പ്രസ് മീഡിയാസ് എല്ലാം വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവരെ ക്യാമറ പിടിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് നായിക എങ്ങനെയോ രക്ഷപ്പെട്ടു പോകുന്നു. ഇനി എന്തായാലും ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെയ്യുന്ന ശരിയാവില്ല. അതുകൊണ്ട് നായിക നേരെ പോകുന്നത് അവളുടെ വീട്ടിലേക്കാണ്. അവളുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ അങ്ങോട്ട് പോയാൽ അവിടെയെങ്കിലും സമാധാനമായിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് നായിക പോകുന്നത്. എന്നാൽ അവിടെ എത്തിയ സമയത്താണ് നായിക മനസ്സിലാക്കുന്നത് അവര് റീസെന്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞു വന്ന്. അങ്ങനെ ഇപ്പൊ നായികന്റെ അച്ഛൻ നായികനെ കുറ്റപ്പെടുത്തി ഒരുപാട് സംസാരിക്കുന്ന സമയം നായിക അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങുന്നു. അതിനുശേഷം തലയിലൂടെ സാരിയിട്ട് മുഖം മറിച്ച് നമ്മുടെ നായിക ആരും കാണാതെ അങ്ങനെ പോവുകയാണ്. ഈ സമയമാണ് സിറ്റിയിൽ താമസിക്കുന്ന അവളുടെ ഒരു ഫ്രണ്ടിനെ പറ്റി അവൾ ഓർക്കുന്നത്. അങ്ങനെ ഇപ്പൊ ആ ഫ്രണ്ടിനെ നായിക കോൾ ചെയ്യുന്നു. ഓൾറെഡി അവളുടെ അവസ്ഥയെ പറ്റി എല്ലാ ഫ്രണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവൾ വിളിച്ച് കരയുന്ന സമയം നമുക്കൊന്ന് മീറ്റ് ചെയ്യാന്ന് ഫ്രണ്ട് പറയുവാണ്. അങ്ങനെ അടുത്ത സീനിൽ അവർ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയം ഫ്രണ്ട് അവളോട് ചോദിക്കുവാണ് ആ വീഡിയോ ഫേക്ക് ആണോ അതോ റിയൽ ആണോ എന്ന്. ഈ സമയം നായിക മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. ശരി, അത് വിട്. ഇപ്പൊ നിന്റെ നാട്ടിലോ വീട്ടിലോ നിനക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നീ സിറ്റിയിലേക്ക് എന്റെ ഫ്ലാറ്റിലേക്ക് പോരെ. അങ്ങനെ കുറച്ച് നാൾ നീ എന്റെ കൂടെ നിൽക്ക്, അപ്പോഴേക്ക് ഈ പ്രശ്നമൊക്കെ നടങ്ങും. ഇത് കേൾക്കുന്ന നായിക ഞാൻ നോക്കിയിട്ട് പറയാം, ഇപ്പൊ എന്തായാലും എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും പറഞ്ഞ് അവിടുന്ന് അങ്ങനെ ഇറങ്ങുന്നു. അങ്ങനെ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് അവൾ എത്തുന്നത്. അങ്ങനെ ഒന്ന് രാത്രി ഭർത്താവ് എത്തുന്ന സമയം ആ വീഡിയോനെ പറ്റി അയാളോടൊന്ന് സംസാരിക്കണമെന്ന് നായിക വിചാരിക്കുവാണ്. അങ്ങനെ അയാളുടെ അടുത്തേക്ക് നായിക ചെല്ലുന്ന സമയം അയാൾ പറയുവാണ് നീ സംസാരിക്കുന്നൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇനി നീയായിട്ട് ജീവിച്ചു പോകാൻ എന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ബന്ധം വേർപെടുത്താം. ഈ ഒരു കാര്യം അയാൾ ഇങ്ങനെ പറയുന്ന സമയം നമ്മുടെ നായികയാണെങ്കിൽ വല്ലാതെ സങ്കടപ്പെടുന്നു. അയാൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ നായിക ഒന്നും അയാളോട് പറയുന്നില്ല. അറ്റ് ദ സെയിം ടൈം നായികന്റെ അമ്മായിച്ചനാണെങ്കിൽ കുടുംബത്തിന്റെ ഈ അവസ്ഥ കൊണ്ട് ഒരുപാട് മനം നൊന്ത് അങ്ങനെ അസുഖം ബാധിച്ച് കിടപ്പിലായി പോകുന്നു. ഇതേസമയം ആര്യാണെങ്കിൽ നായകന്റെ അടുത്ത് വന്ന് സംസാരിക്കുവാണ്. ആ വീഡിയോക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ അവൻ ആലോചിച്ചിരുന്നല്ലോ. അങ്ങനെ സ്റ്റേഷനിൽ ചെന്ന് അവൻ സംസാരിക്കുകയും ചെയ്തതാണ്. അവൻ നായിക വന്നാലേ കംപ്ലൈന്റ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പോലീസ് പറഞ്ഞല്ലോ. ആ കാര്യമാണ് അവനിപ്പോ ഒന്ന് സംസാരിക്കുന്നത്. ഓൾറെഡി നമ്മുടെ നായിക ഒക്കെ പൊളിഞ്ഞിരിക്കുവാണല്ലോ. കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം വീണ്ടും
വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കുന്നുണ്ട് തന്നെ ഈ സമയം നായികയ്ക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ നായികനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആര്യനോട് തന്നെ നായിക ഇപ്പം ദേഷ്യപ്പെടുവാണ്. അങ്ങനെ ഒരു കുറച്ചേരം കഴിയുന്ന സമയത്ത് നായികന്റെ ഫോണിലേക്ക് നായികന്റെ പഴയ കാമുകം കോൾ ചെയ്യുന്നു. നായിക അപ്പൊ കോൾ എടുക്കുന്നില്ല. നായികന്റെ വീഡിയോ ലീക്കായ കാര്യങ്ങളെല്ലാം അവനും അറിഞ്ഞിരുന്നു. നായിക കോൾ എടുക്കാത്തതുകൊണ്ട് ആ കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവനാണെങ്കിലും മെസ്സേജ് അയക്കുവാണ്. അങ്ങനെ ഇപ്പൊ നായിക അവനെ കാണാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ അവർ രണ്ടുപേരും ഒരു കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ഇരുന്ന് അവർ സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നത്. ശരിക്കും ലീക്കായ ആ വീഡിയോ നായികന്റെ തന്നെയായിരുന്നു. നായിക ഇയാളും കൂടി റൊമാൻസ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അത്. അത് പക്ഷെ പണ്ട് ഇവര് റിലേഷനിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതായിരുന്നു. 3 കൊല്ലം മുമ്പ് നടന്ന കാര്യം. ഇവര് കല്യാണം കഴിക്കാനിരുന്നായിരുന്നു ആ സമയത്ത്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അവരുടെ റിലേഷൻ ബ്രേക്കായി അവർ തമ്മിൽ പിരിഞ്ഞു. പിന്നീട് അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ശേഷമാണ് നമ്മുടെ നായിക കല്യാണം കഴിഞ്ഞ് ഈ രീതിക്ക് സെറ്റിലായത്. റിലേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവരൊരു പ്രൈവറ്റ് വീഡിയോ ഇയാൾ ഫോണിൽ റെക്കോർഡ് ചെയ്തായിരുന്നു. അതാണ് ഇപ്പൊ ലീക്കായി ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ അത് ഇയാളല്ല പബ്ലിഷ് ആക്കിയത്. ഇയാൾ ഫോൺ സർവീസിന് കൊടുത്ത സമയത്ത് ആ ഒരു രീതിക്ക് ലീക്കായതാണ്. അങ്ങനെ ഇപ്പൊ അയാൾ നായകനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ആ ഒരു വീഡിയോ കൊണ്ട് ഇന്നെന്റെ ജീവിതം തകർന്നു, അത് നിനക്കറിയാവോ? അല്ലെ ഈ വീഡിയോ നിന്റെ വൈഫ് കണ്ടില്ലേ? അവളെന്ന് നിന്നോട് പറഞ്ഞെന്ന് ചോദിക്കുന്ന സമയം അവൾ ഈ വീഡിയോ കണ്ടു. പക്ഷെ അവൾ എന്നെ മനസ്സിലാക്കി. നിന്റെ പാസ്റ്റിൽ നീ എങ്ങനെയായിരുന്നോട്ടെ അത് ഞാൻ കാര്യമാക്കുന്നില്ല. പ്രസന്റില് നീ എന്റെ കൂടെ എങ്ങനെയാണെന്നുള്ളത് അതാണ് എനിക്ക് പ്രധാനം എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഇങ്ങനെ അവൻ പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന നായിക പറയാണ്, ശരിയാ, ആണുങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ, അവരെല്ലാരും മനസ്സിലാക്കും, എല്ലാരും കൂടെ നിൽക്കും. എന്നാൽ അതേ തെറ്റ് ഒരു പെണ്ണ് ചെയ്താ അവളെ മാക്സിമം ക്രൂശിക്കും, ശരിക്കും ഒറ്റപ്പെടുത്തും. എക്സാമ്പിളാണ് ഞാൻ. അവള് പറയുന്ന ആരും കേൾക്കാനോ അവളെ മനസ്സിലാക്കാനോ ആരും നിൽക്കില്ല. ആണിനും പെണ്ണിനും ഓരോരോ നിയമമാണ് ഇവിടെ. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എന്തെങ്കിലും നിയമം നമ്മുടെ ഗവൺമെന്റ് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അന്ന് നമ്മൾ ക്ലോസ് ആയത് മുന്നോട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷന്റെ പുറത്തായിരുന്നു. എന്നത് നടന്നില്ല. എന്നാൽ ഇന്ന് പാസ്റ്റിൽ നടന്ന ആ ഒരു കാര്യം എന്റെ ലൈഫ് തന്നെ ഇല്ലാതാക്കുന്നു. ഇങ്ങനെല്ലാം പറഞ്ഞ് നായിക സങ്കടപ്പെട്ട് സംസാരിക്കുന്ന സമയം നായികന്റെ പഴയ കാമുകനാണെങ്കിൽ ഇതിനെന്ത് മറുപടി അവൾക്ക് കൊടുക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നായിക വീട്ടിലേക്ക് തിരിച്ചെത്തുവാണ്. അങ്ങനെ റൂമിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയം ആര്യ വീണ്ടും അവിടേക്ക് വരുന്നു. അങ്ങനെ ഇപ്പൊ ആര്യ വന്ന് സംസാരിക്കുന്ന സമയം ഇന്ന് ആര്യ വന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാമെന്ന് സംസാരിച്ച സമയം അവളാണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ടായിരുന്നല്ലോ. അത് അപ്പത്തെ ആ മാനസികാവസ്ഥയുടെ പുറത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഈ വീട്ടിൽ നീ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, ഒരു കാര്യമില്ലാതെ നിന്നോട് ദേഷ്യപ്പെട്ടതിന് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് നായിക ഇപ്പോൾ അവനോട് മാപ്പ് ചോദിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല ഏട്ടത്തി, എനിക്ക് ഏട്ടത്തിനെ മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് അത് വിടുന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നു. ഈ സമയം അവളുള്ള സത്യാവസ്ഥ അവനോട് തുറന്നു പറയുന്നു. അതായത് ആ വീഡിയോയിലുള്ളത് അവളാണ്, പാസ്റ്റിൽ നടന്നൊരു കാര്യമാണത്, അന്ന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയി, അത് ഇത്ര വലിയ തെറ്റാണോ എന്നൊക്കെ. ഇല്ല ഏട്ടത്തി, അത് ഇത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് നമ്മുടെ സമൂഹം ആ ഒരു രീതിക്ക് അതിനെ മാറ്റിയെടുക്കും. ഇന്നത്തെ കാലത്ത് അതൊക്കെ സർവ്വസാധാരണമാണ്. എന്നാൽ ചിലർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. അതിനെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്നതും. എന്തൊക്കെയാണെങ്കിലും ഏട്ടത്തിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, ഏട്ടത്തിക്ക് സപ്പോർട്ടീവായിട്ട് എന്ന് ഞാനുണ്ടാവുമെന്ന് അവൻ പറയുന്ന സമയം നീയെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവള് അവന്റെ തോളിച്ചായിരുന്നു. അതേസമയം ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് അവളുടെ ഭർത്താവ് അവിടേക്ക് വരുവാണ്. അങ്ങനെ അയാൾ ഇതെല്ലാം കാണുന്നു. ഇവൾ അടുത്തത് ഇവനെയും വീഴ്ത്തിയോന്ന് ഈ സമയം അയാള് നായികനെ സംശയിച്ച് ആ ഒരു രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ഭർത്താവ് റൂമിലേക്ക് എത്തിയോണ്ട് നായികയാണെങ്കിൽ അവളുടെ തലേണയും വിരിപ്പ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ആര്യ വന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത് അവളിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കി. ശരിക്കും അവളുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടി. അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് എന്നെ നീ മനസ്സിലാക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് നായിക വാട്സാപ്പിൽ അവനൊരു മെസ്സേജും കൂടി ഇടുന്നു. അടുത്ത ദിവസം പോലെ നമ്മുടെ നായികയാണെങ്കിൽ മറ്റൊരു കാര്യം ചിന്തിക്കുവാണ്. തന്റെ ഒരു പ്രൈവറ്റ് വീഡിയോ ലീക്കായി, അത് പ്രചരിപ്പിച്ചവനും അത് കണ്ടു രസിച്ചവനും ഇല്ലാത്ത നാണക്കേട് എന്തിനു താൻ അനുഭവിക്കണം? ഇതുപോലത്തെ ഒരു കാര്യം ചെയ്തു കൂട്ടിയ അവരല്ലേ ശരിക്കും കുറ്റക്കാര്? അവരല്ലേ സമൂഹത്തിന് മുമ്പിൽ തലതാത്തി നിൽക്കേണ്ടവര്? ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നായിക അവളുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ഇനി വരുന്ന കാര്യങ്ങൾ വളരെ ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് നായിക വിചാരിക്കുന്നു. അങ്ങനെ ആ ബോൾഡ്നെസ്സോടെ നായികയാണെങ്കിൽ പഴയതുപോലെ സ്കൂളിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങുന്നു. ഇത് കാണുന്ന അവളുടെ ഭർത്താവൊക്കെ ഇവൾ എന്തിനുള്ള പുറപ്പാടാണെന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ധൈര്യത്തോടുകൂടി നായിക സ്കൂളിലേക്ക് തിരിച്ചെത്തുന്ന സമയം അവിടെ പാരന്റ്സും കുറെ നാട്ടുകാരൊക്കെ കൂടി നായികനെ സ്കൂളിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ സമയം നായിക അവരോട് ബോൾഡായിട്ട്, അത് നിങ്ങൾ പറയേണ്ടതല്ല, ഈ സ്കൂള് ഗവൺമെന്റ് സ്കൂളാണ്, സോ ഗവൺമെന്റിനോട് പറയട്ടെ വരണ്ടെന്ന്, അന്ന് മുതൽ ഞാൻ വരാതെ നിന്നോളാന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ നായിക സ്റ്റാഫ് റൂമിലേക്ക് വരുന്നു. ആ വീഡിയോന്റെ പേരിൽ കുറ്റപ്പെടുത്തിയവരെയൊക്കെ ധൈര്യപൂർവ്വം നേരിടുന്നു. അത് കഴിഞ്ഞ് നായിക ക്ലാസ്സിലേക്ക് എത്തുവാണ്. ഈ സമയം പിള്ളേർ അന്ന് ചെയ്തപോലെ നായികനെ കുറ്റപ്പെടുത്താനും നായികനെ കളിയാക്കാനൊക്കെ അവർ ചെറിയ ശ്രമം നടത്തുന്നു. അപ്പൊ നായികയാണെങ്കിൽ അവർക്കുള്ള ചുട്ട മറുപടി കൊടുക്കുന്നു. അതോടുകൂടി അവരുടെയും വായടയുമാണ്. ചെയ്തു പോയതിനല്ല അവരാണെങ്കിൽ ഇപ്പം നായകനോട് മാപ്പം ചോദിക്കുന്നു. അങ്ങനെ അന്ന് ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ നായിക നേരെ അവളുടെ വീട്ടിലേക്ക് എത്തുന്നു. അന്ന് ഇവള് വീട്ടിലേക്ക് എത്തിയ സമയം ഇവളുടെ അച്ഛനാണെങ്കിൽ മോശമായിട്ട് ഒരുപാട് സംസാരിച്ചായിരുന്നല്ലോ. അന്നത്തെ ഇതിനോടൊന്നും തിരിച്ചു പറയാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. എന്ന് ഇന്ന് അതിനുള്ള കോൺഫിഡൻസ് അവൾക്കുണ്ട്. അങ്ങനെ ഇപ്പൊ പറയാനുള്ളത് അച്ഛനോടും പറഞ്ഞിട്ട് നായിക അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നായിക ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയം അവരുടെ ഫാമിലി മുഴുവൻ ഒരു തീരുമാനം എടുത്തിരിക്കുമായിരുന്നു. അതായത് ആ വീഡിയോ ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം. അങ്ങനെ അതൊരു ഫേക്ക് ആണെന്ന് തെളിയിച്ചാൽ അറ്റ്ലീസ്റ്റ് കുടുംബത്തിന് മാനെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പൊ നായിക എത്തിയത് അവളെയും കൂട്ടിക്കൊണ്ട് അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പൊ നായികന്റെ ഭർത്താവും അമ്മായിച്ചനും കൂടി സർ അതൊരു ഫേക്ക് വീഡിയോ ആണ്, ഞങ്ങളുടെ കുടുംബത്തിന് മാനം കളയാൻ വേണ്ടി ആരും ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് ആ വേദിക്ക് കംപ്ലൈന്റ് എല്ലാം എഴുതിക്കുന്നു. അങ്ങനെ എഴുതിയ കംപ്ലൈന്റിൽ നായികനോട് സൈൻ ചെയ്യാൻ വേണ്ടി പോലീസുകാർ പറയുന്ന സമയം നായിക അവരോട് പറയുവാണ്, ഇല്ല സർ, ഞാനിതിൽ സൈൻ ചെയ്യില്ല, ഇനിയെങ്കിലും എനിക്ക് സത്യം തുറന്നു പറയണം, ശരിക്കും ആ വീഡിയോ എന്റേത് തന്നെയാണ്. ഈ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരാളായിട്ട് പ്രണയത്തിലായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ വീഡിയോ ആണ് അത്. അന്ന് ഞാൻ ചെയ്തത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇന്ന് ആ വീഡിയോ ലീക്കാക്കി ഇത്രയധികം പ്രചരിപ്പിച്ച അവർക്കെതിരെയാണ് എനിക്ക് കംപ്ലൈന്റ് ഉള്ളത്. ഇങ്ങനെ നായിക പറയുന്ന
പറയുന്ന സമയം ഇത് കേൾക്കുന്ന നായകന്റെ അമ്മായച്ചൻ വാടാ മോനെ, ഇനി നമ്മൾ ഇവിടെ ഇരിക്കണ്ട, ഇനി ഇവിടെ ഇരുന്ന നമ്മുടെ കുടുംബത്തിന്റെ ഉള്ള മാനം കൂടി പോകുന്നും പറഞ്ഞ് നായകനെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു. ഈ സമയം നായിക പറയുവാണ്, അച്ഛാ പോകാൻ വരട്ടെ, എനിക്കുള്ളതുപോലെ തന്നെ നിങ്ങളുടെ മകനും ഒരു റിലേഷൻ ഉണ്ടായിരുന്നു മുമ്പ്, അദ്ദേഹം ഇതുപോലെ ആ പെണ്ണുമായിട്ട് ചെയ്തിട്ടില്ല എന്ന് അച്ഛൻ ഉറപ്പ് പറയാൻ കഴിയുമോ? പിന്നെ ആണുങ്ങൾ ചെയ്താൽ ഒന്നും കുഴപ്പമില്ലല്ലോ അല്ലെ, ഇതുപോലൊരു കാര്യം പെണ്ണ് ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ. ആ കാര്യങ്ങളെ പറ്റിയൊക്കെ എനിക്ക് അറിയാമെങ്കിലും ഞാൻ ഇന്നേ വരെ അതിനെപ്പറ്റി എന്റെ ഭർത്താവിന് ചോദിച്ചിട്ടില്ല. അതിന് കാരണം എന്തെന്നറിയാവോ? പാസി നടന്ന എന്തോ ആയിക്കോട്ടെ, അത് കൺസിഡർ ചെയ്യാൻ പാടില്ല. പ്രസന്റില് എങ്ങനെ നമ്മുടെ പാർട്ണർ നമ്മളോട് പിരിക്കുന്നു അത് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് ആലോചിച്ചിട്ടാണ്. എന്നാൽ ഞാൻ ആ ചിന്തിച്ച പോലെ എന്റെ ഭർത്താവ് ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയൊക്കെ പ്രശ്നം ഇവിടെ ഉണ്ടായത്. ഇപ്പൊ ഞങ്ങളുടെ ലൈഫ് ഈ ഒരു രീതിക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ അച്ഛാ, നിങ്ങൾ എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ സമൂഹത്തിന് വേണ്ടി ഒരുപാട് പോരാടിയ ഒരു മനുഷ്യനാണെന്ന്, വലിയൊരു സോഷ്യൽ വർക്കർ ആണെന്ന്. ഒരു പെണ്ണിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് അത് മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങൾ എന്ത് സോഷ്യൽ വർക്കറാണ്? ഇനി നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും എന്ത് കാര്യമുള്ളത്? ഇങ്ങനെയൊക്കെ നായിക പറയുന്ന സമയം ഇത് കേട്ട് അയാളുടെ വായ അടഞ്ഞു പോകുന്നു. അതിനുശേഷം നായിക ആ പോലീസുകാരനോട് പറയുകയാണ്, സാർ ഇതൊരു ഫേക്ക് വീഡിയോ ആണെന്നുള്ള രീതിയിലല്ല കംപ്ലൈന്റ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോ പ്രചരിപ്പിച്ചതിനും അത് കണ്ട ആൾക്കാർക്കെതിരെയാണ് കേസ് എടുക്കേണ്ടത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഒരു രീതിക്ക് കംപ്ലൈന്റും കൊടുത്ത്, ആര്യ നീ ഈ കുടുംബത്തിലുള്ളതാണെങ്കിലും നീ എന്നെ ഒരുപാട് മനസ്സിലാക്കി, എനിക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ട് നിന്നു, നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് ആര്യനോട് അവൾ പറയുകയാണ് അവിടുന്ന്. അതിനുശേഷം നായിക അവളുടെ കൈ കടന്ന അവളുടെ വിവാഹമോതിരം ഭർത്താവിന് മുമ്പിൽ ഊരി വെക്കുന്നു. അതായത് ഇതോടുകൂടി അയാളുമായിട്ടുള്ള നായകന്റെ ബന്ധം അവസാനിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തീർത്ത് നമ്മുടെ നായിക നേരെ പോകുന്നത് സിറ്റിയിലുള്ള അവളെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലേക്കായിരുന്നു. ഇനി സമാധാനമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ഫോളോ ചെയ്ത് നായിക ഇവിടെ ജീവിക്കുമെന്ന് കാണിക്കുവാണ്. അങ്ങനെ ഈ രീതിക്ക് മൂവി എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.